Welcome to BSc Main Physics Semester 5, Paper 2, Research Statistical Physics, Research Methodology and Disaster Management. And we are saying Unit 2, Research Methodology. And today the topic is different types of research. Different types of research. The topic of discussion today is different types of research in Research Methodology Unit, class number S12. Types of research. ഇപ്പോൾ ഗവേഷണം എന്നാൽ എന്താണ്? ഗവേഷണം നമ്മുടെ പഠനം, ഗവേഷണ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതിൻ്റെ ഏതെല്ലാം തരത്തിലുണ്ട് ടൈപ്സ് ഓഫ് റിസർച്ച്. ഇപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് ഒരു ബ്രോഡ് സബ്ജക്റ്റാണ്, വളരെ കൂടിയ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് സംക്ഷിപ്തമായിട്ട് പറയാം. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്, ലെങ്തിയാണ്. അതുകൊണ്ട് കുറച്ച് എണ്ണം പറഞ്ഞിട്ട് ബാക്കി അതിനെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. Types of research. Research is about using established methods to investigate a problem or question in detail with the aim of generating new knowledge about it. ഇപ്പോൾ റിസർച്ച് നമ്മൾ നേരത്തെയും പഠിച്ചതാണ്, റെഡ്മാൻ ആൻഡ് മോറി ഡെഫിനേഷനൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ റിസർച്ച് ചെയ്യുന്നത് ഒരു പ്രോബ്ലം പഠിക്കുക, ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഗവേഷണം നടത്തുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വിശദമായി പരിഗണിക്കുക, എന്നിട്ട് പുതിയ അറിവുകൾ അതിൽ നിന്ന് കണ്ടുപിടിക്കുക, പുതിയ അറിവുകൾ അതിൽ നിന്ന് നമ്മൾ അറ്റൈൻ ചെയ്യുക. അതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം വിശദമായിട്ട്, ഒരു ക്വസ്റ്റ്യൻ വിശദമായിട്ട് ഡീറ്റെയിലായിട്ട് പഠിക്കുകയും പുതിയ അറിവുകൾ നേടുകയും ചെയ്യുക, അതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ആ ഒരു ടൈപ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. It is a vital tool. Research is a vital tool of scientific advancement because it allows researchers to prove or refute hypotheses based on clearly defined parameters, environments and assumptions. ഈ സയൻസൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ചില അസംഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ചില ഹൈപ്പോത്തിസിസ്, ചില സാങ്കല്പിക തത്വങ്ങളാണ്. ആ സാങ്കല്പിക തത്വങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്നതിന് ഇത്തരം ഗവേഷണം കൂടിയേ തീരൂ. ഇപ്പോൾ സയൻറ്റിഫിക് അസംഷൻസ് ആദ്യകാലത്ത് അങ്ങനെ വിചാരിക്കുകയാണ്. ഒബ്സർവ്ഡ് ഫാക്റ്റിനെ കുറിച്ച് ചില അസംഷൻ ഉണ്ടാകുകയും അത് ഗവേഷണത്തിലൂടെ ശരിയാണെന്ന് തെളിയിക്കുകയും ലോയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അസംഷൻസ്, ഹൈപ്പോത്തിസിസ് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഗവേഷണം കൂടിയേ തീരൂ. ഡ്യൂ ടു ദിസ് ഇറ്റ് എനേബിൾസ് us to confidently contribute to knowledge as it allows research to be verified and replicated. ഇപ്പോൾ റിസർച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് വെരിഫൈ ചെയ്യാനും അത് ശരിയാണെന്ന് കാണിക്കാനും ഇത്തരം റിസർച്ചുകൾ ആവശ്യമുണ്ട്. നമ്മുടെ നോളജിന്, അറിവിന് നല്ല കോൺട്രിബ്യൂഷനാണ് റിസർച്ചുകൾ, ഗവേഷണ പഠനങ്ങൾ നടത്തുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ് ഓഫ് റിസർച്ച്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ് ഓഫ് റിസർച്ച്. ഈ ഏതെല്ലാം തരത്തിൽ റിസർച്ചുകളുണ്ട് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് റിസർച്ച് ദാറ്റ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദർ ഒബ്ജക്റ്റീവ്, ഡെപ്ത് ഓഫ് സ്റ്റഡി, അനലൈസ്ഡ് ഡേറ്റ, ടൈം റിക്വയർഡ് ടു സ്റ്റഡി ദ ഫിനോമിനൻ ആൻഡ് അതർ ഫാക്ടേഴ്സ്. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ പാരാമീറ്റേഴ്സ് പരിഗണിച്ചുകൊണ്ടാണ് ഈ റിസർച്ചിനെ നമ്മൾ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യുക. ടൈപ്സ്, റിസർച്ചിൻ്റെ തരങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്നത് പല പാരാമീറ്റേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്നാമത്തെ ഒബ്ജക്റ്റ്, ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ഡെപ്ത് ഓഫ് സ്റ്റഡി, നമ്മൾ എന്തുമാത്രം ആഴത്തിലാണ് വിഷയം പഠിക്കുക. അനലൈസ്ഡ് ഡേറ്റ, നമ്മൾ വിശകലനം ചെയ്ത ഡേറ്റ അടിസ്ഥാനപ്പെടുത്തി. ടൈം റിക്വയർഡ്, ഒരു ഗവേഷണം തീരാൻ എത്ര സമയമെടുക്കും അതിനടിസ്ഥാനപ്പെടുത്തി. ആൻഡ് അതർ ഫാക്ടേഴ്സ്, മറ്റ് പരിഗണനകളുണ്ട്. റിസർച്ച് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പല പരിഗണനകളാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. It is important to note that a research project will not be limited to one type of research, but will likely use several. അപ്പോൾ ഒറ്റ രീതിയിൽ മാത്രമല്ല, ഒരു ടൈപ്പ് മാത്രമല്ല റിസർച്ച്, അനേകം തരത്തിലുള്ള റിസർച്ചുകളുണ്ട്, ടൈപ്സ് ഉണ്ട്, അനേകം ടൈപ്സ് റിസർച്ചുണ്ട്. ഗവേഷണ പഠനങ്ങൾ അനേകം ടൈപ്പാണ്. അപ്പോൾ ഏതെല്ലാം തരം ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത് നോക്കുക.
ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു പർപ്പസ്. ഇത് നമ്മൾ 3 പോയിൻറ്റുകളാണ് പറയുന്നത്. ആ 3 പോയിൻറ്റുകൾ വരുന്ന ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ വിശദമായിട്ട് പറയും, പിന്നെ ബാക്കിയുള്ളത് മെൻഷൻ ചെയ്യും. അക്കോർഡിംഗ് ടു പർപ്പസ്, ആ റിസർച്ചിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർച്ചിനെ നമ്മൾ ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം ടൈപ്പായിട്ട് ഭാഗിക്കാൻ നോക്കുക. പർപ്പസിൻ്റെ റിസർച്ചിൻ്റെ പർപ്പസ് അടിസ്ഥാനപ്പെടുത്തി ഉള്ള ഒരു തരം തിരിക്കലാണ് പറയുന്നത്. നമ്പർ 1 തിയററ്റിക്കൽ റിസർച്ച്, ശാസ്ത്രീയ സൈദ്ധാന്തിക ഗവേഷണം. Theoretical research also referred to as a pure or basic research focuses on generating knowledge, regardless of practical application. പ്രായോഗികമായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താണ് അത് പരിഗണിക്കാതെ തിയറിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള റിസർച്ചാണ് തിയററ്റിക്കൽ റിസർച്ച്. അറിവ് വർദ്ധിപ്പിക്കാൻ, പുതിയ അറിവുകൾ ഉണ്ടാക്കാനുള്ള സൈദ്ധാന്തിക വിശകലനങ്ങളാണ് തിയററ്റിക്കൽ റിസർച്ച്. അവിടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പ്രാധാന്യമില്ല. Here, data collection is used to generate new general concepts. പൊതുവായിട്ടുള്ള ചില കൺസെപ്റ്റുകൾ, ആശയങ്ങൾ ഉരുത്തിരിയാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ഗവേഷണം നടത്തുന്നത്. ഫോർ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ പർട്ടിക്കുലർ ഫീൽഡ് ഓർ ടു ആൻസർ എ തിയററ്റിക്കൽ റിസർച്ച് ക്വസ്റ്റ്യൻ. തിയററ്റിക്കലായിട്ടുള്ള ഒരു ഗവേഷണ ചോദ്യം, അതിൻ്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് തിയററ്റിക്കലായിട്ടുള്ള research. Results of this kind are usually oriented towards the formulation of theories and are usually based on documentary analysis, the development of mathematical formulas, and the reflection of high-level researchers. മാത്തമാറ്റിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട്, ഡോക്യുമെൻ്ററി അനാലിസിസിന് മാത്തമാറ്റിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട്, മാത്രമല്ല ഹൈ ലെവൽ റിസർച്ചേഴ്സിന് ചിന്തിക്കാനായിട്ട് അവസരം ഉണ്ടാക്കുന്നതാണ് ഇത്തരം തിയററ്റിക്കൽ റിസർച്ച്. അപ്പോൾ ഹൈ ലെവൽ ആയിട്ടുള്ള ഗവേഷകരുടെ പരിഗണനയ്ക്ക് വരാൻ വേണ്ടിയും അതുപോലെ മാത്തമാറ്റിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനും ഒക്കെയാണ് ഈ തിയററ്റിക്കൽ റിസർച്ച് നമ്മൾ അവലംബിക്കുന്നത്. For example, a philosophical dissertation. Since the aim is to generate new approaches from existing data without considering how its findings can be applied or implemented in practice. ഇപ്പോൾ ഫിലോസഫിക്കലായിട്ടുള്ള ഈ ഗവേഷണങ്ങൾക്ക് ഈ മെത്തേഡ് നമ്മൾ അവലംബിക്കാറുണ്ട്. Next is applied research. Here the applied researchil ഇപ്പോൾ തിയററ്റിക്കൽ റിസർച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ 2ാമത്തെ പിരിവാണ് അപ്ലൈഡ് റിസർച്ച്. Here the goal is to find strategies that can be used to address a specific research problem. ഒരു പ്രത്യേക റിസർച്ച് പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടിയാണ് പഠിക്കുന്നതിന് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് അപ്ലൈഡ് റിസർച്ച്. In applied research, here the goal is to find strategies that can be used to address a specific research problem. Applied research draws on theory to generate practical scientific knowledge, and its use is very common in STEM fields such as engineering, computer science, and medicine. അപ്പോൾ അപ്ലൈഡ് റിസർച്ചിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ സ്റ്റെം ഫീൽഡാണ്. സ്റ്റെം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എമർജിങ് ഫീൽഡാണ്. അവിടെ നമുക്ക് സയൻസ്, ടെക്നോളജി, എൻജിനീയറിങ്, മെഡിസിൻ, അതുപോലെ മാത്സ് ഇവയെല്ലാം പഠിക്കുന്ന ഒരു ഫീൽഡാണ്. ഇപ്പോൾ അതിന് സ്റ്റീം എന്നൂടി പറയും. സ്റ്റെം മാറ്റി ഇപ്പോൾ സ്റ്റീം എന്ന് പറയാറുണ്ട്. ഒരു എ കൂടി ചേർക്കും, STEAM. എ എന്ന് പറഞ്ഞാൽ ആർട്സ് എന്ന് പറയും, ആർട്സ്. ഇപ്പോൾ സയൻസ്, ടെക്നോളജി, എൻജിനീയറിങ്, മെഡിസിൻ, ആർട്സ് ഒക്കെ ചേർന്ന സ്റ്റീം എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. അതെല്ലാം സ്റ്റഡി ചെയ്യുന്നതിന് അപ്ലൈഡ് റിസർച്ചാണ് നമ്മൾ കൊടുക്കുന്നത്.
ഈ അപ്ലൈഡ് റിസർച്ച് എന്ത് ചെയ്യും? ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് ഈസ് ദിസ് അപ്ലൈഡ് റിസർച്ച് ഈസ് സബ് ഡിവൈഡഡ് ഇൻ ടു 2 types. അപ്ലൈഡ് റിസർച്ചിനെ നമുക്ക് 2ആയി തരംതിരിക്കാം. നമ്പർ 1, ടെക്നോളജിക്കൽ അപ്ലൈഡ് റിസർച്ച്. ഇറ്റ് ലുക്സ് towards improving efficiency in a particular productive sector through the improvement of processes or machinery related to said productive process. ഒരു പ്രൊഡക്റ്റീവ് പ്രോസസ്സിൽ എന്തെല്ലാം നമ്മൾ പ്രോസസ്സുകൾ അപ്ലൈ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം സെക്ടറിലാണ് പ്രവർത്തിക്കുന്നത്, അവയെല്ലാം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടണം. അതിനെയാണ് ടെക്നോളജിക്കൽ അപ്ലൈഡ് റിസർച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. Number 2, scientific applied research. Scientific applied research, it has predictive purposes. അത് അപ്ലൈ ചെയ്യുന്ന predictive purpose ആണ്. പുതിയ കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള പർപ്പസിന് വേണ്ടിയാണ്. Through this type of research design, we can measure certain variables to predict behaviors useful to the goods and services sector. Goods and services sectorൽ കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സയൻറ്റിഫിക് അപ്ലൈഡ് റിസർച്ച് നമ്മൾ യൂസ് ചെയ്യുക. സച്ച് ആസ് കൺസംപ്ഷൻ പാറ്റേൺസ് ആൻഡ് വെറൈറ്റി ഓഫ് കൊമേഴ്സ്യൽ പ്രോജക്റ്റ്. ഇപ്പോൾ കൊമേഴ്സ്യൽ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ കൺസംപ്ഷൻ പാറ്റേൺസ്, മനുഷ്യൻ്റെ കൺസംപ്ഷൻ പാറ്റേൺസ്, അതൊക്കെ പഠിക്കാനും ഈ സയൻറ്റിഫിക് അപ്ലൈഡ് റിസർച്ച് നമ്മൾ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, അപ്പോൾ സയൻറ്റിഫിക് അപ്ലൈഡ് റിസർച്ചിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റ് റിസർച്ച്. ബിക്കോസ് ബൈ എക്സാമിനിങ് കൺസംപ്ഷൻ പാറ്റേൺസ്, സ്ട്രാറ്റജീസ് ക്യാൻ ബി ഡെവലപ്ഡ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ പ്രോഡക്ട്സ് ആൻഡ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് എറ്റ്സെട്ര. അതായത് ഏതെല്ലാം പ്രൊഡക്റ്റുകളാണ് ജനങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ് വേണ്ടി വരുന്നത്, ഇതൊക്കെ പഠിക്കാനായിട്ട് ഈ സയൻറ്റിഫിക് അപ്ലൈഡ് റിസർച്ച് ഉപയോഗിക്കും. കൺസംപ്ഷൻ പാറ്റേൺ, ആളുകളുടെ കൺസംപ്ഷൻ പാറ്റേൺ മനസ്സിലാക്കി സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അപ്ലൈഡ് റിസർച്ച് നമ്മൾ കൊടുക്കും. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാറ്റഗറി, ഈ റിസർച്ചിനെ പല പർപ്പസിൽ പല പോയിന്റിൽ പ്രഭാവിക്കുന്ന രണ്ടാമത്തെ പോയിന്റ്, അക്കോർഡിംഗ് ടു യുവർ ഡെപ്ത് ഓഫ് സ്കോപ്പ്. എത്രമാത്രം വ്യാപ്തിയിലാണ് നമ്മൾ ഈ റിസർച്ച് നടത്തുക, അതിനെ അടിസ്ഥാനപ്പെടുത്തി റിസർച്ചിനെ വീണ്ടും ഭാഗിക്കും. അതിൻ്റെ സ്കോപ്പ്, അത് ഇത്രമാത്രം ഉണ്ട് എന്നുള്ള അതിനെക്കുറിച്ചുള്ള ഏതാണ് നമ്മുടെ അതിൻ്റെ ആ പരമാവധി ലക്ഷ്യം, എന്ത് വ്യാപ്തിയിൽ ഈ റിസർച്ച് ചെയ്യുന്നു, അതിനു വേണ്ടിയുള്ളതാണ് അക്കോർഡിംഗ് ടു യുവർ ഡെപ്ത് ഓഫ് സ്കോപ്പ്. അതിന് ഒന്നാമത്തെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയും. എക്സ്പ്ലോറേറ്ററി റിസർച്ച്, അതായത് നമ്മൾ എക്സ്പ്ലോറേഷൻ നടത്തുക, പര്യവേഷണം നടത്തിയിട്ട് ഗവേഷണം നടത്തുന്നതാണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ സബ്ജക്റ്റ് ദാറ്റ് ഈസ് നോട്ട് യെറ്റ് വെൽ അണ്ടർസ്റ്റുഡ് ഓർ സയൻറ്റിഫിക്കലി റിസർച്ച്ഡ്. ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് ഗവേഷണം നടത്താത്ത അല്ലെങ്കിൽ ഇതുവരെ മനസ്സിലാകാത്ത ചില സബ്ജക്റ്റുകളുണ്ട്, അത് പഠിക്കുന്നതിന് വേണ്ടിയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നടത്തുന്നത്. It serves to establish a frame of reference and a hypothesis from which an in-depth study can be developed that will enable conclusive results to be generated. ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ആദ്യം വിചാരിക്കും, എന്നിട്ട് ഇൻഡെപ്ത് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് കൺക്ലൂസീവ് റിസൾട്ടിൽ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിച്ചേരും. അതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. Because exploratory research is based on the study of little studied phenomena, വളരെ കുറച്ച് മാത്രം അറിയപ്പെടുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് റിലൈസ് ലെസ് ഓൺ തിയറി വളരെ കുറവായിരിക്കും ഇത്തരം റിസർച്ചുകൾക്ക്, ആൻഡ് മോർ ഓൺ ദി കളക്ഷൻ ഓഫ് ഡേറ്റ ടു ഐഡൻറ്റിഫൈ പാറ്റേൺസ് ദാറ്റ് എക്സ്പ്ലെയിൻ ദിസ് ഫിനോമിന. അപ്പോൾ തിയറി കുറച്ചിട്ട് ഈ ഡേറ്റ കളക്ഷനിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഫോർ എക്സാമ്പിൾ, an investigation of the role social media
ഇൻ ദി പെർസെപ്ഷൻ ഓഫ് സെൽഫ് ഇമേജ്. ഇപ്പോൾ സെൽഫ് ഇമേജിൻ്റെ പെർസെപ്ഷൻ എന്നുവെച്ചാൽ കാഴ്ച, അതിൽ വിഷൻ, അതിനുവേണ്ടി സോഷ്യൽ മീഡിയയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട് ഈ മനുഷ്യരുടെ ഓരോ ഈ കാഴ്ചപ്പാടിലും മറ്റു വരുത്തുന്ന മാറ്റങ്ങൾ, അതിനെപ്പറ്റി പഠിക്കാനായിട്ട് നമ്മൾ ഈ മെത്തേഡ് സ്വീകരിക്കും. അതാണ് എക്സാമ്പിൾ. ഇനി അടുത്ത ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അടുത്ത റിസർച്ചിൻ്റെ പേരാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഈ സ്കോപ്പ് അനുസരിച്ച് ഭാഗിക്കുന്ന ഒരു കേസാണ്. റിസർച്ചിൻ്റെ സ്കോപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മറ്റൊരു റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. The primary objective of descriptive research is to define the characteristics of a particular phenomenon without necessarily investigating the causes that produce it. ഒരു ഫിനോമിനൻ, ഒരു പ്രതിഭാസം ഉണ്ടാകാനായിട്ട് കാരണമുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാതെ ആ ഫിനോമിനൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുന്ന രീതി, അതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. In this type of research, the researcher must take a particular care not to intervene in the observed object or phenomenon as its behavior may change if an external factor is involved. അപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ഫാക്ടറൊന്നും നമ്മൾ ഉൾപ്പെടുത്തില്ല. അതൊന്നും ഉൾപ്പെടുത്താതെ നമ്മൾ ഗവേഷണം നടത്തും. എക്സിസ്റ്റിംഗ് ഫാക്ടർ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ഗവേഷണത്തിൻ്റെ രീതി വ്യത്യാസപ്പെട്ടു പോകും. ഫോർ എക്സാമ്പിൾ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹൗ the public census of influential government officials differs between urban and non-urban areas. അപ്പോൾ ഒഫീഷ്യൽസ് അർബൻ ആൻഡ് നോൺ അർബൻ ഏരിയസ് സർവേ നടത്താറുണ്ട്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് അവരുണ്ടാകാൻ പാടില്ല. അത്തരം ഗവേഷണം നടത്തണം. ഇപ്പോൾ സാധാരണ കേസിൽ ചിലപ്പോൾ ഈ അർബൻ നോൺ അർബൻ പ്രദേശങ്ങളുടെ സർവേകൾ, ഗവേഷണങ്ങൾ ശോധനിക്കപ്പെടാറുണ്ട്. അത് ഉണ്ടാകരുത്. ഇനി അടുത്ത റിസർച്ചാണ് എക്സ്പ്ലനേറ്ററി റിസർച്ച്. ഈ വിശദീകരണം വേണ്ട റിസർച്ചാണ് എക്സ്പ്ലനേറ്ററി റിസർച്ച്. Explanatory research is the most common type of research method and is responsible for establishing cause and effect relationship that allow generalizations to be extended to similar realities. അപ്പോൾ ഒരു സംഭവത്തിൻ്റെ, ഒരു കാര്യത്തിൻ്റെ കോസ് എഫക്റ്റും ബന്ധപ്പെടുത്തി, കോസ് ഉണ്ടെങ്കിലാണ് എഫക്റ്റ്. കോസ് ഈസ് ഫസ്റ്റ് ആൻഡ് എഫക്റ്റീവ് സെക്കൻഡ്. അപ്പോൾ കോസ് എഫക്റ്റ് ഒരുമിച്ച് പരിഗണിച്ചുള്ള ഒരു ഗവേഷണം, അതിനാണ് എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നത്. although it provokes additional information about the observed object and its interactions with the environment. അതായത് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അഡീഷണൽ ഇൻഫർമേഷൻ ഇവിടെ നമുക്ക് വേണ്ടതുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ വേണം. For example, investigating the brittle behavior of a specific material when under compressive load. ഒരു കംപ്രസീവ് ലോഡിലിരിക്കുന്ന വസ്തുവിൻ്റെ, ഒരു പ്രത്യേക വസ്തുവിൻ്റെ ആ ബ്രിറ്റിൽ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ഹാർഡ് ആൻഡ് ബ്രിറ്റിൽ എന്ന് പറഞ്ഞില്ലേ, ആ സ്വഭാവങ്ങൾ പഠിക്കാനായിട്ട് ഇത്തരം റിസർച്ചാണ് സ്വീകരിക്കുന്നത്. അടുത്ത റിസർച്ച് correlational research. The purpose of this research, of scientific research, is to identify the relation between two or more variables. രണ്ടോ അതിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി സയൻറ്റിഫിക് റിസർച്ചിൽ വരുന്ന ഒന്നാണ് ഈ കോറിലേഷണൽ റിസർച്ച്. A correlational study aims to determine whether a variable changes how much the other elements of the observed system change. ഒരു സിസ്റ്റത്തിൽ ഒരു വേരിയബിൾ മാറിയാൽ മറ്റ് വേരിയബിൾ എങ്ങനെ മാറും, ആദ്യ വേരിയബിളിനെ മറ്റ് വേരിയബിൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള സ്റ്റഡി, റിസർച്ച് സ്റ്റഡി, അതിനെ നമ്മൾ കോറിലേഷണൽ റിസർച്ച് എന്ന് പറയും.
അപ്പം അങ്ങനെ രണ്ടാമത്തെ കാറ്റഗറി കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ കാറ്റഗറിയാണ് അക്കോർഡിംഗ് ദ ടൈപ്പ് ഓഫ് ഡേറ്റ യൂസ്ഡ്. ഏതെല്ലാം തരം ഡേറ്റ ഉപയോഗിക്കും അതിനനുസരിച്ചിട്ട് നമ്മൾ റിസർച്ചിനെ ഭാഗിക്കുന്നത്. നമ്പർ 1 ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ്, അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ. What data, type of data we use, depending upon the type of data we use, the researchers are classified into. One is qualitative research. Qualitative research methods are often used in the social sciences to collect, compare and interpret information, and it has a inquisitive semiotic basis and is used in techniques such as discourse analysis, interviews, surveys, records, and participant observations. Participant observations, records, surveys, interviews, പിന്നെ ഡിസ്കോഴ്സ് അനാലിസിസ് പോലെയുള്ള കാര്യങ്ങളിൽ കൊടുക്കുന്ന ഒരു റിസർച്ചാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇവിടെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസസ്. സോഷ്യൽ സയൻസ് മേഖലയിലാണ് ഇത് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. അവിടെ ഡേറ്റ കളക്ട് ചെയ്യാനും ടു കളക്ട്, കമ്പയർ ആൻഡ് ഇൻ്റർപ്രറ്റ് ഇൻഫർമേഷൻ, ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്വീകരിക്കാനും കമ്പയർ ചെയ്യാനും വ്യാഖ്യാനിക്കാനൊക്കെയാണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് കൊടുക്കുന്നത്. In order to use statistical methods to validate their results, the observations collected must be evaluated numerically. അപ്പോൾ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ഇതിൻ്റെ ഒരു പ്രധാന പാർട്ടാണ്. ക്വാളിറ്റേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലമാണെങ്കിൽ ഇത്തരം ന്യൂമറിക്കൽ കാൽക്കുലേഷൻ വേണ്ടി വരും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഹവർ ടെൻസ് ടു ബി സബ്ജക്റ്റീവ് since not all data can be fully controlled. അപ്പോൾ ഇത് സബ്ജക്റ്റീവ് റിസർച്ചാണ്. എല്ലാ ഡേറ്റയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. Therefore, this type of research design is better suited to extracting meaning of an event or phenomenon. ഒരു ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫിനോമിനൻ്റെ ആ മീനിങ് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം റിസർച്ച്. ആ പ്രോബ്ലം എന്തുകൊണ്ട് അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഗവേഷണം നമ്മൾ സ്വീകരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എക്സാമിനിങ് ദി എഫക്ട്സ് ഓഫ് സ്ലീപ്പ് ഡിപ്രൈവേഷൻ ഓൺ മൂഡ്. അപ്പോൾ നമ്മുടെ മൂഡനുസരിച്ചിട്ട് സ്ലീപ്പ് ഡിപ്രൈവേഷൻ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. Quantitative research study derives quantitative research study delves into a phenomenon through quantitative data. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, എക്സാക്റ്റ് ഡേറ്റ, മാത്തമാറ്റിക്കൽ ഡേറ്റ കൊടുത്തുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണിത്. ആൻഡ് യൂസിങ് മാത്തമാറ്റിക്കൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡ് ടൂൾസ്. ഇപ്പോൾ മാത്തമാറ്റിക്കൽ ടൂൾസ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ടൂൾസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, ഇവയെല്ലാം ഉപയോഗിച്ച് അളന്ന് കൃത്യമായിട്ട് ക്വാണ്ടിറ്റേറ്റീവായിട്ട് റിസൾട്ട് കണ്ടുപിടിക്കുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ദിസ് അലൗസ് ജനറലൈസ്ഡ് കൺക്ലൂഷൻ ടു ബി പ്രൊജക്റ്റ് ഔട്ട് ഓവർ ടൈം. അപ്പോൾ ഇത് ഈ ഒരു ജനറലൈസ്ഡ് കൺക്ലൂഷനിൽ എത്തിപ്പെടാൻ സഹായിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ കണ്ടക്ടിങ് എ കമ്പ്യൂട്ടർ സിമുലേഷൻ on vehicle strike impacts to collect quantitative data. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അനുകരണ പ്രക്രിയ, അനുകരണമായിട്ടൊരു ഇവൻറ്റ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു സമാന സിറ്റുവേഷൻസ് പിന്നെ കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കുന്ന രീതി. എക്സാമ്പിൾ വെഹിക്കിൾ സ്ട്രൈക്ക് ഇമ്പാക്ട്സ്. ഇപ്പോൾ വെഹിക്കിൾ സ്ട്രൈക്ക് മൂലം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ, കമ്പ്യൂട്ടറിൽ നമ്മളതിൻ്റെ ഒരു അനുകരണം, അതേപോലെ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുന്ന രീതി, അതിനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട റിസർച്ച് ടൈപ്സ്. ഇതല്ലാതെ ഏതാനും കുറച്ചുകൂടി റിസർച്ച് ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം പറയുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈം കൺസ്യൂമിങ്.
ഒരു എസ്സേയുടെ പിന്നെ ലെവലിൽ നിന്ന് അപ്പുറത്തേക്ക് പോകും, നമ്മൾ എല്ലാം വിശദീകരിച്ച് വരുമ്പോൾ വളരെ ലെങ്തി ആയിട്ട് മാറും. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും വായിക്കാവുന്നതാണ്, ഏതെങ്കിലും ബുക്കിനകത്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് കാറ്റഗറി, റിസർച്ചിൻ്റെ മറ്റ് കാറ്റഗറിയാണ് there are more types of research such as experimental research, നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് രണ്ടോ വാചകമൊക്കെ എഴുതാം, തനിയെ എഴുതാവുന്നതാണ്. കോസി എക്സ്പെരിമെൻ്റൽ റിസർച്ച്, അതായത് ഒരു സാങ്കല്പികമായിട്ടൊരു പരീക്ഷണം നടത്തി ഒരു സെമി ആക്ച്വൽ അല്ലാത്തൊരു പരീക്ഷണം നടത്തി നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കാം, ഗവേഷണത്തിലെത്താം. ക്വസിസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഐഡിയലായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള പരീക്ഷണമില്ലാത്ത അതിന് പകരം ഒരു പരീക്ഷണം നടത്തി നമുക്ക് ചെയ്യാവുന്നതാണ്. ഡിഡക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ പിന്നെ ഡിഡക്ഷൻ, ചില അനുമാനങ്ങൾ എത്തിച്ചേരണം. ഇൻഡക്റ്റീവ് റിസർച്ച്, പ്രൈമറി റിസർച്ച് എന്ന് വേണം, പ്രൈമറി റിസർച്ച് ആൻഡ് സെക്കൻഡറി റിസർച്ച് എന്നാണ് കേട്ടോ. സെക്കൻഡറി റിസർച്ച് റിസൾട്ടല്ല, സെക്കൻഡറി റിസർച്ച്, ഇവയെല്ലാം വേണ്ടി വരും. ലാസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡറി റിസർച്ച്. അപ്പോൾ ഈ 1, 2, 3, 4, 5, 6, 7 അതായത് എക്സ്പെരിമെൻ്റൽ റിസർച്ച്, നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച്, കോസി എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ഒരു ഐഡിയൽ എക്സ്പെരിമെൻ്റ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റിസർച്ച്, ഡിഡക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ, ഇൻഡക്റ്റീവ് റിസർച്ച്, പ്രൈമറി റിസർച്ച്, സെക്കൻഡറി റിസർച്ച്, ഇതെല്ലാം മറ്റ് റിസർച്ചുകളുടെ പേരുകളാണ്. അവയ്ക്കൊരു എക്സാമ്പിളുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഈസ് ടൈം ടേക്കിംഗ്. അപ്പോൾ ഇത്രയും പഠിക്കുക ഒരു എസ്സേ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എസ്സേക്ക് മാത്രം ലെങ്ത് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ആൻ എസ്സേ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ വ്യത്യസ്തമായ ടൈപ്സിനെ കുറിച്ച് ഒരു എസ്സേ പറയുക. ഇതിൽ ഏത് പോയിൻറ്റും ഒരു ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കാവുന്നതാണ്. അത്തരം ഷോർട്ട് ആൻസർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.